കുറെ കാലമായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് പാകിസ്ഥാൻ. പക്ഷേ ഇന്നേ വരെ പാകിസ്ഥാന് ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ. ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ അത് നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കും ഉത്തര കൊറിയയ്ക്കും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ കുറെ കാലമായി തന്നെ അത്തരമൊന്ന് നിർമ്മിക്കാനുള്ള പരിശ്രമം നടത്തി വരികയാണ്. പക്ഷെ പരാജയമായിരുന്നു ഫലം. ഇപ്പോൾ ഇതാ പാകിസ്ഥാന് മിസൈൽ ഘടകങ്ങൾ നൽകുന്ന 4 കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മിസൈലുകൾ വികസിപ്പിച്ചെടുക്കാനും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ നിർമ്മിച്ച് ലോകത്തിന് ഭീഷണി സൃഷ്ടിക്കാനും സാധ്യതയുള്ള രാജ്യമായിട്ടാണ് അമേരിക്കയും ഇന്ന് പാകിസ്ഥാനെ കാണുന്നത്. ഉത്തര കൊറിയയെ പോലെ തങ്ങൾക്കും നാളെ ഈ രാജ്യം ഭീഷണിയാകുമോ എന്ന് അമേരിക്ക സംശയിക്കുന്നുണ്ട്. ബെലാറസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിൻസ്ക്വീൽ ട്രാക്ടർ പ്ലാന്റ് എന്ന് പറയുന്ന കമ്പനിയും ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിയാൻ ലോങ്ഡേ ടെക്നോളജി ഡെവലപ്മെന്റ് കമ്പനിയും അതുപോലെ ടിയാൻജിൻ ക്രിയേറ്റീവ് സോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയും ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാൻഡ് പെക് കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനവും പാകിസ്ഥാനെ ബാലിസ്റ്റിക് മിസൈലിൽ നിർമ്മിക്കാനായി സഹായിക്കുന്നു എന്നാണ് സൂചന. യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട പ്രസ്താവന അനുസരിച്ച് ഈ സ്ഥാപനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, അനുബന്ധ വസ്തുക്കൾ, പ്രോഗ്രാമിങ്ങിന് ആവശ്യമായ അനുബന്ധ വസ്തുക്കൾ പാകിസ്ഥാന് നൽകിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കമ്പനികളെ അമേരിക്ക ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തി തടഞ്ഞിരിക്കുന്നത്. നശീകരണ ആയുധങ്ങൾ കൈവശം വയ്ക്കുകയോ വ്യാപിപ്പിക്കുകയോ അവയെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഇടപാടുകൾ മരവിപ്പിക്കുവാനും അവരെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുമുള്ള അമേരിക്കയുടെ ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2005 US പ്രസിഡന്റ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡർ ആയിട്ടുള്ള 1338(2) അനുസരിച്ചാണ് ഇത്തരമൊരു നടപടി ഇപ്പോൾ അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് പാകിസ്ഥാനെ കുറിച്ച് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ വൈകിയാണെങ്കിലും ലോകത്തെ പ്രധാന രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ഒരു കാലത്ത് കണ്ണുമടച്ചുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതിൽ നിന്ന് ഏറെ അവർ മാറിയിട്ടുണ്ട്. പാകിസ്ഥാന് നൽകി വന്നിരുന്ന ധനസഹായങ്ങളെല്ലാം നിർത്തലാക്കി, ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെച്ചു, പാകിസ്ഥാന് സൈനിക സഹായം നൽകുന്നത് അവസാനിപ്പിച്ചു. പാകിസ്ഥാനെ ഒരു കൈ അകലത്തിലാണ് ഇന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നിർത്തിയിരിക്കുന്നത്. അതേസമയത്ത് ഇന്ത്യയുമായിട്ടുള്ള ഈ രാജ്യങ്ങളുടെ ബന്ധം അനുദിനം ശക്തമായി കൊണ്ടിരിക്കുകയുമാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ലോകം വിശ്വാസത്തിലെടുക്കാത്തത്? ഒന്നാമത്തെ കാര്യം, ആ രാജ്യത്ത് ജനാധിപത്യമില്ല എന്നത് തന്നെയാണ്. ഇപ്പോഴും പട്ടാള ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യം, പേരിന് മാത്രം റബ്ബർ സ്റ്റാമ്പ് പോലെ ഒരു പ്രധാനമന്ത്രി, തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അട്ടിമറിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരാളെ വിജയിപ്പിക്കുന്ന പട്ടാളം, ഏത് സമയത്തും പട്ടാള അട്ടിമറി എത്താവുന്ന അവസ്ഥ, ഒപ്പം തന്നെ തീവ്രമായ ഇസ്ലാമിക നിലപാടുകൾ പിന്തുടരുന്ന സംഘടനകൾക്ക് വലിയ സ്വാധീനമുണ്ട് പാകിസ്ഥാനിൽ. ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി എന്തെങ്കിലും സംഭവിച്ചാൽ ആണവായുധങ്ങളടക്കം ലോകത്തിന് ഭീഷണിയാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ബാലിസ്റ്റിക് മിസൈൽ കുറച്ചൊരു 4000-5000 കിലോമീറ്റർ ദൂരപരിധി ഉള്ളതാണെങ്കിൽ അത് ഇന്ത്യയിലും ഏഷ്യയിലും മാത്രം ഒതുങ്ങും. എന്നാൽ 8000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണെങ്കിൽ അത് അമേരിക്കയ്ക്കും യൂറോപ്പിനും അടക്കം ലോകത്തെ അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു രാജ്യം ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്ത് വളരുന്നതിനെ ഒരിക്കലും അമേരിക്ക പിന്തുണയ്ക്കുകയില്ല. പാകിസ്ഥാനെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കാനും പാകിസ്ഥാനെ സഹായിക്കുന്ന കമ്പനികളെ ഉപരോധം ഏർപ്പെടുത്തി തടയാനുമൊക്കെ അമേരിക്ക ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇറാനെതിരെയും ഉത്തര കൊറിയയ്ക്കെതിരെയും ഒക്കെ അമേരിക്ക സ്വീകരിച്ച അതേ നടപടികൾ കുറെ കൂടി ശക്തമായ രീതിയിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഭാവിയിൽ നേരിടേണ്ടി വന്നേക്കാം. ഓൾറെഡി സാമ്പത്തികമായി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ അമേരിക്കൻ ഉപരോധങ്ങൾ കൂടി പാകിസ്ഥാനെ നേരിടേണ്ടി വന്നാൽ തീർന്നു എന്ന് തന്നെ പറയാം. നിലവിൽ ആ കമ്പനികൾക്കെതിരെയാണ് അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയത്ത് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ പാകിസ്ഥാന് നേരെയും അമേരിക്ക ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ ലോകത്തെ പല രാജ്യങ്ങളും പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നതും നിർത്തിവച്ചിരിക്കുകയാണ്.